പൂ പോലുള്ള ഇഡ്ഡലി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കാണാനും പൂ പോലെയാണ്, കഴിക്കാനും സോഫ്റ്റ്നെസ്സുമാണ്. പക്ഷേ സാധനം ഇഡ്ഡലി അല്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ, കേക്കാണ്. അപ്പം എങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് 2 കോഴിമുട്ട മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലും പഞ്ചസാരയും വാനില എസൻസും പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് കുറച്ച് അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സംഗതി ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ടൊക്കെ ഉള്ള ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ മിക്സിംഗ് ബൗളിൽ നിന്ന് ഇതിൻ്റെ പകുതി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഈ മാറ്റി വെച്ചിട്ടുള്ള പകുതിയിലേക്ക് 1.5 സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഈ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചൊന്ന് മാറുമല്ലോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത്തിരി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ബാലൻസ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് 1 സ്പൂണ് മാത്രം വൈറ്റ് ബാറ്റർ ഇട്ട് കൊടുക്കുക. പിന്നെ ബ്രൗൺ ബാറ്റർ, പിന്നെ വൈറ്റ് ബാറ്റർ, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് 2 തവണ. അപ്പം ഒരു വൈറ്റ് ബാറ്റർ, പിന്നെ ബ്രൗൺ, പിന്നെയും വൈറ്റ്, പിന്നെയും ബ്രൗൺ എന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തന്നെ ആവുമ്പോൾ തന്നെ ഈ കൊണ്ടെന്ന് അറിയുമല്ലോ. അങ്ങനെ ഒരു സ്ക്യൂവേഴ്സോ ഇർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം ഞാനിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പൂവാക്കട്ടോ. നമ്മൾക്ക് പൂ പോലത്തെ ഇഡ്ഡലിയാണല്ലോ വേണ്ടത്. അങ്ങനെ ഏതായാലും ഇതാ സംഭവം ഇങ്ങനെയൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാം കുറച്ചൊരു മൊഞ്ചില്ലേ. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 10-12 മിനിറ്റാണ് കേട്ടോ കുക്കറിൽ ഇത് സ്റ്റീം കയറ്റിയത്. അങ്ങനെ ഏതായാലും കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കുക്ക് ചെയ്ത് വന്നപ്പം സാധനം നല്ല പൊളിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അങ്ങനെ കുട്ടികൾക്കൊക്കെ എന്തായാലും അട്രാക്റ്റീവ് ആയതുകൊണ്ട് കഴിക്കുകയും ചെയ്യും. ഏകദേശം നമ്മൾ ഒരു മാർബിൾ കേക്കിൻ്റെ ഒക്കെ ആ ഒരു രീതി വരുന്നില്ലേ. പിന്നെ ഇഡ്ഡലിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഏതായാലും സംഗതി ഇവിടെ സ്പോട്ടിൽ തന്നെ ചിലവായിട്ടോ. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ, കൊക്കോ പൗഡർ മാത്രം കയ്യിലുണ്ടായാൽ മതി. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കല്ലേ. ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എന്നാൽ പിന്നെ കണ്ടാലോ.